തിരുവനന്തപുരം കരമന സ്വദേശി അഖിലിന്റെ കൊലപാതകത്തിൽ മുഖ്യപ്രതി പിടിയിൽ. അപ്പു എന്ന അഖിലാണ് പോലീസ് പിടിയിലായത്. കൊലയിൽ നേരിട്ട് പങ്കെടുത്തയാളാണ് അഖിൽ. തമിഴ്നാട്ടിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. വിവരങ്ങളുമായി വിജിൻ ചേരുകയാണ്. വിജിൻ, ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത ഒരു പ്രതിയെ പിടികൂടിയിരിക്കുകയാണ് തമിഴ്നാട്ടിൽ നിന്ന്. ഒപ്പം തന്നെ മറ്റ് പ്രതികളെക്കുറിച്ചുള്ള സൂചന പോലീസിന് ലഭ്യമായിട്ടുണ്ടോ? ഇവർ എവിടെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ? തീർച്ചയായും ഈ നിഷ്ഠൂരമായ കൊലപാതകമുണ്ടായ മണിക്കൂറുകൾക്കകം തന്നെ ഈ പ്രതികളിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇന്നലെ തന്നെ കൂടുതൽ ആളുകളെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു, കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ മുഖ്യപ്രതി അപ്പു എന്ന് വിളിക്കുന്ന അഖിലിനെയാണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഫോർട്ട് സ്റ്റേഷനിലാണ് അഖിൽ ഉള്ളത്. എന്തായാലും ഇനി പിടികിട്ടാനുള്ളത് 2 പേരെ കൂടിയാണ്. ഇവരിലേക്കും പോലീസ് എത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. അവർ പോലീസ് കസ്റ്റഡിയിലുണ്ട് എന്ന കാര്യം ഉൾപ്പെടെ അത്തരത്തിലുള്ളൊരു അനൗദ്യോഗികമായ സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ട്. എന്തായാലും ഈ അതിനിഷ്ഠൂരമായിരുന്നു കൊലപാതകം. ഈ തെരഞ്ഞെടുപ്പ് ദിവസം ബാറിലുണ്ടായിരുന്ന തർക്കവും അതിനെ തുടർന്നുണ്ടായ ചെറിയ രീതിയിലുള്ള സംഘർഷവുമാണ് ഇത്തരത്തിലുള്ളൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ അനന്തു വധക്കേസിൽ 2019 അനന്തു വധക്കേസിലെ പ്രതികൾ തന്നെയാണ് ഇപ്പോൾ ഈ നിഷ്ഠൂരമായ കൊലപാതകം ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ അല്പസമയത്തിനകം തന്നെ ഈ മറ്റ് പ്രതികളെ കൂടി പിടികൂടാൻ കഴിയും എന്നാണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നിലവിൽ അറസ്റ്റിലായിട്ടുള്ളത് ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത അപ്പു എന്ന് വിളിക്കുന്ന അഖിലാണ്. അപ്പം വിജിൻ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ബാറിലുണ്ടായ തർക്കമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. പക്ഷേ അതിനപ്പുറത്തേക്ക് മറ്റു ഗൂഢാലോചനകൾ ഇതിൻ്റെ പുറകിലുണ്ടോ, മറ്റാലോചനകൾ നടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള ഒരു സംശയം പോലീസിൻ്റെ മുൻപിലുണ്ടോ? ആ രീതിയിലാണോ അവർ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിലെ പ്രതികളുടെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹരിലാൽ, കിരൺ, അതുപോലെ തന്നെ കിരൺ കൃഷ്ണ എന്നിവരുടെ അറസ്റ്റാണ്. ഇന്നലെ തന്നെ അവരെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അവരുടെ അറസ്റ്റും പോലീസ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ 4 പേരാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഈ കൃത്യത്തിൽ പങ്കെടുത്തവരിലേക്ക് എത്താനുള്ള എത്രയും പെട്ടെന്ന് എത്താൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ട കാര്യം. അതിൽ ഒരാളാണ് ഈ അഖിൽ എന്ന് പറയുന്ന, അപ്പു എന്ന് വിളിക്കുന്ന അഖിൽ എന്ന ആൾ. അയാളെയാണ് ഇന്നലെ കസ്റ്റഡിയിലെടുക്കുകയും ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. തമിഴ്നാട്ടിൽ വെച്ചാണ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിരുന്നത് പോലീസ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പോലീസ് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ബാറിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു പ്രതികാരമായിരുന്നു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇന്നലെ തന്നെ പുറത്തു വരികയും ചെയ്തു. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നത് അതിനിഷ്ഠൂരമായ കൊലപാതകം തന്നെയാണ് പ്രതികൾ നടത്തിയതെന്നാണ്. ഈ 2019 അനന്തു വധക്കേസും ഇതിന് സമാനമായ രീതിയിലായിരുന്നു. നിഷ്ഠൂരമായി മാരകമായി ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയൊക്കെ ചെയ്താണ് കൊലപാതകം നടത്തിയത്. അതേ രീതിയിൽ തന്നെയാണ് കമ്പിവടികളും ഒപ്പം തന്നെ വലിയ കല്ലൊക്കെ ഉപയോഗിച്ച് ദേഹത്ത് ഇട്ട് കൊലപ്പെടുത്തുകയായിരുന്നു. കൊല നടന്നുവെന്ന് സ്ഥിരീകരിച്ച ശേഷമാണ് പ്രതികൾ മാറിപ്പോവുകയും ചെയ്തത്. പോലീസ് ആ ഘട്ടത്തിൽ തന്നെ അന്വേഷണം ആരംഭിക്കുകയും CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് പോവുകയും ചെയ്തു. ഒപ്പം തന്നെ ഇന്നോവ കാറിലാണ് ഈ പ്രതികൾ എത്തിയതെന്ന് കണ്ടെത്താനും കഴിഞ്ഞിരുന്നു. അതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത പ്രതിയെ തമിഴ്നാട്ടിൽ നിന്ന് പിടികൂടാനും ഒപ്പം തന്നെ ഗൂഢാലോചനയിൽ പങ്കെടുത്ത പ്രതികളെ ഈ പ്രദേശത്തിൽ നിന്ന് തന്നെ രക്ഷപ്പെടുന്നതിന് മുമ്പ് പിടികൂടാനും സാധിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മനു. ശരി, വിജിൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകി.